കെംസെറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്ങിലെ ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി മാക്സിമം ഇലക്ട്രോൺസ് ക്യാൻ ബി പ്രസന്റ് ഇൻ ആൻ ഓർബിറ്റൽസ്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3 ആൻഡ് ഓപ്ഷൻ ഡി 4. നമുക്കറിയാം എസ് സെക്ഷൻ എടുക്കുമ്പോൾ അതിൽ ഓരോ ഓർബിറ്റൽ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പി ആണെങ്കിൽ 3 ഓർബിറ്റൽസ്, ഡി ആണെങ്കിൽ 5 ഓർബിറ്റൽസ്, എഫ് ആണെങ്കിൽ 7 ഓർബിറ്റൽസ്. പക്ഷേ ഓരോ ഓർബിറ്റൽസ് എടുക്കുമ്പം ഓരോ ഓർബിറ്റലിലും മാക്സിമം 2 ഇലക്ട്രോൺസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കോമഡേറ്റഡ് ഇൻ എൽ ഷെൽ ഈസ്. അതായത് ഓരോ ഷെല്ലിലെയും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2n² എന്ന് പറയുന്ന ഇക്വേഷൻ നമുക്ക് ഉപയോഗപ്പെടുത്താം. അപ്പം കെ ആണെങ്കിൽ കെ ഷെൽ എടുക്കുമ്പോഴത്തേക്ക് എൻ വാല്യൂ എന്തായിരിക്കും? അതായത് പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ n ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. എൽ ആണെങ്കിൽ n ഈസ് ഈക്വൽ ടു 2. അപ്പോൾ എൻ ഷെല്ലിലാണെങ്കിൽ എൻ വാല്യൂ 3 ആയിരിക്കും, എൻ ഷെല്ലാണെങ്കിൽ എൻ വാല്യൂ 4 ആയിരിക്കും. അപ്പോൾ 2n² എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഓരോ ഷെല്ലിലെയും മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കണ്ടുപിടിക്കാം. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എൻ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി 8 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് പോസിബിൾ? 4 ഓപ്ഷൻ തന്നതിൽ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ 4ലും എന്താണ്? സെയിം ആണ്. ഇനി അടുത്തത് അസിമുത്തൽ കോണ്ടന്റ് നമ്പർ വേരിയേഷൻ വന്നിട്ടുണ്ട് അല്ലേ? അപ്പം പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ n ഈസ് ഈക്വൽ ടു 2 ആകുമ്പം അസിമുത്തൽ കോണ്ടന്റ് നമ്പർ എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കണം? 1 കുറവായിരിക്കണം. അതായത് എന്നിൻ്റെ വാല്യൂ 2 വരുമ്പോൾ എല്ലിൻ്റെ വാല്യൂ 1 വരാം. അപ്പോൾ എല്ലിൻ്റെ വാല്യൂ 1 വന്നതുകൊണ്ട് മാഗ്നറ്റിക് കോണ്ടന്റ് നമ്പർ -101 വരാം. അപ്പോൾ എസ് പ്ലസ് ഹാഫ് ഓർ മൈനസ് ഹാഫ് ആകാം. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, n ഈസ് ഈക്വൽ ടു 2, l ഈസ് ഈക്വൽ ടു 1, m ഈസ് ഈക്വൽ ടു -1, s ഈസ് ഈക്വൽ ടു പ്ലസ് ഹാഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് എ സ്മാൾ പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ cannot be simultaneously determined. This statement is option A, Ahbab principle, option B, Pauli's exclusion principle, and option C, Heisenberg uncertainty principle, option D, none of the above. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഈ പ്രിൻസിപ്പിൾ പറയുന്നത് എന്താണ്? അതായത് സ്മോളസ്റ്റ് പാർട്ടിക്കിളായ ഇലക്ട്രോൺസിന്റെ പൊസിഷനോ വെലോസിറ്റിയോ ഒന്നും ഡിറ്റർമൈൻ ചെയ്യുക എന്നത് ഇമ്പോസിബിൾ ആണ്. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമൈൻ ദ പൊസിഷൻ ആൻഡ് വെലോസിറ്റി ഓഫ് എ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺസ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ്, ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following expression gives the de Broglie relationship? Option A, lambda is equal to h by mb, option B, lambda is equal to h by mb, option C, p is equal to h by mb, option D, lambda is equal to h by m. Correct answer option A, lambda is equal to h by mb. ഇവിടെ ഡി ബ്രോഗ്ലി റിലേഷൻഷിപ്പ് എന്തൊക്കെ തമ്മിലുള്ളതാണ്? അതായത് വേവ് ലെങ്തും മൊമെന്റവും തമ്മിലുള്ള റിലേഷനാണ്. ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ എം ബി ഓർ ലാംഡ ഈസ് ഈക്വൽ ടു എച്ച് ബൈ പി. പി എന്ന് വെച്ചാൽ എന്താണ്? മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രൊഡക്റ്റ് ആണ്. അതുകൂടി ഓർത്ത് വെക്കുക.